നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ പ്ലാച്ചേരിയിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നത് താമരപ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിലും ഇടവയൽ മഹാദേവർ ക്ഷേത്രത്തിലും. പണവും ക്ഷേത്ര സാമഗ്രികളും അപഹരിക്കപ്പെട്ടു. ഒറ്റക്കലിൽ വീട്ടമ്മയടക്കം 4 പേരെ ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. പത്തനാപുരത്ത് കള്ള ടാക്സികൾ തടഞ്ഞ ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം. പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ ജില്ലാ മെഡിക്കൽ കോളേജായി ഏറ്റെടുത്തേക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. പുനലൂർ പ്ലാച്ചേരിയിലെ 2 ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ രാത്രി മോഷണം നടന്നു. താമരപ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിലും ഇടവയൽ മഹാദേവർ ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. 1.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ രാത്രിയാണ് 2 ക്ഷേത്രങ്ങളിലും മോഷണം നടന്നത്. താമരപ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിൽ രാവിലെ 5 മണിയോടെ ഭക്തിഗാന റെക്കോർഡിടാനെത്തിയ ജീവനക്കാരനാണ് മോഷണം നടന്നിരിക്കുന്നതായി കണ്ടത്. സപ്താഹ ഫണ്ടിൽ നിന്നുള്ള 10,000 രൂപ, വഞ്ചിവരവ് 6,000 രൂപ, 3 വലിയ നിലവിളക്കുകൾ, 3 കിണ്ടികൾ, പൂജാ സാധനങ്ങൾ എന്നിവയും ക്ഷേത്രത്തിന് പുറത്ത് റോഡിനോട് ചേർന്നുള്ള കാണിക്ക വഞ്ചിയിൽ നിന്ന് ഏകദേശം 5,000 രൂപയും നഷ്ടപ്പെട്ടു. റിക്കാർഡ് ഡാം വന്ന ചേട്ടനാണ് ഇത് കണ്ടത്. ഇവിടെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ കഥകളൊക്കെ തുറന്ന് രീതിയിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഉടൻ തന്നെ പുള്ളി നമ്മളെ ക്ഷേത്ര ഭാരവാഹികളെ വിളിക്കുകയും നമ്മളോട് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 2 വാതിലും കുത്തി തുറന്ന് നമ്മുടെ കമ്മിറ്റി ഓഫീസിനകത്ത് പ്രവേശിക്കുകയും അകത്ത് വെച്ചിരുന്ന മേശ, ക്യാഷും മറ്റുള്ള സംഭവങ്ങളും വെക്കുന്ന മേശ കുത്തിപ്പൊളിച്ച് അതിനകത്ത് വെച്ചിരുന്ന നമ്മുടെ ഒരു ഇവിടുത്തെ സപ്താഹ ഫണ്ടിലേക്ക് വന്ന ഒരു 10,000 രൂപയും പിന്നെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിനകത്തെ വഞ്ചിയുടെ കളക്ഷൻ ഒരു 6,000 രൂപ ചില്ലറയും നോട്ടും കൂടെ മിക്സ് ചെയ്ത് കെട്ടിവെച്ചിരുന്നു. ഈ 6,000 രൂപയും പിന്നെ നമ്മളെ 3 വിളക്കും 2 കിണ്ടി പിന്നെ ക്ഷേത്രത്തിലെ മറ്റു പൂജാ സാധനങ്ങളും കാണാതെ പോവുകയും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് മേലത്തെ റോഡിലെ വഞ്ചി പരിശോധിച്ചപ്പോൾ ആ റോഡിലെ വഞ്ചി കുത്തി തുറന്ന് അതിനകത്ത് 1 രൂപ പോലും ഇല്ലാതെ മുഴുവൻ പൈസയും എടുക്കുകയും ചെയ്തു. ഈ റോഡിലെ വഞ്ചി എന്ന് വെച്ചാൽ നമ്മൾ 3 മാസം 4 മാസം കൂടുമ്പോഴാണ് വഞ്ചി തുറക്കുന്നത്. ഇപ്പം നമുക്ക് വഞ്ചി തുറന്നിട്ട് ഇപ്പോൾ 2.5 മാസമായി. ഇപ്പൊ 2.5 മാസം ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു പൊതുവായ നിഗമനം ആ റോഡിലെ വഞ്ചിക്കകത്ത് എങ്ങനെയായാലും ഒരു 10,000 രൂപയിൽ കൂടുതൽ കാണും. ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി അറിയാവുന്ന ആരോ ഇത് ചെയ്തെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതിനു മുന്നേ 2 വർഷത്തിന് മുന്നും സമാന രീതിയിലുള്ള മോഷണം ഉണ്ടാവുകയും കള്ളന്മാരെ പിടിക്കുകയും ചെയ്തു. ആ കേസ് ഇപ്പോഴും കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവയലിൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് 1,000-ഓളം രൂപ നഷ്ടമായി. ഇവിടെ കമ്മിറ്റി ഓഫീസും ശ്രീകോവിലും തകർക്കപ്പെട്ടു. ക്ഷേത്രോപകരണങ്ങളും വിളക്കുകളും മോഷ്ടിക്കപ്പെട്ടു. ഓഫീസ് റൂമിലിരുന്ന 1,000 രൂപകളും പോയിട്ടുണ്ട്. പിന്നെ വഞ്ചി 3-4 വഞ്ചി കുത്തിപ്പൊളിച്ച് തോട്ടത്തിട്ടേക്കായിരുന്നു. അങ്ങനെ 5,000 രൂപയുടെ നഷ്ടം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ ജില്ലാ മെഡിക്കൽ കോളേജായി ഏറ്റെടുത്തേക്കും. ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. ചിതറ പഞ്ചായത്തിലെ മാങ്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ലബോറട്ടറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ESI ആശുപത്രി അത് അവര് ഹോസ്പിറ്റലുകൾ നടത്താനുള്ള ഒരു സൗകര്യം അവർക്കില്ല. അവര് ഹോസ്പിറ്റൽ ചികിത്സാ തലങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് ESI ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാരിപ്പള്ളിയിലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയുടെ മെഡിക്കൽ കോളേജാക്കി മാറ്റുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഇല്ലാതിരുന്ന 36 പഞ്ചായത്തുകളുണ്ടായി. ആ 36 പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നു. പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ് ഒരു പ്രദേശത്തിന്റെ, ഒരു പഞ്ചായത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് താഴെ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ്. അവിടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ, ഫാമിലി പ്ലാനിങ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാര്, JPHന്മാര്, ആശാ വർക്കേഴ്സ്, അങ്ങനെയുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത്
നമുക്ക് എത്രയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അംഗീകാരമില്ലാത്ത ലാബുകളെ നിയന്ത്രിക്കാൻ നിയമം നടപ്പിലാക്കും. മാങ്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നടപ്പിലാക്കുന്നതിന് ശ്രമം നടത്തും. ക്യാഷ് അക്രഡിറ്റേഷന് മാങ്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ MLA മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം ബൻസർ, KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ചിതറ മധു, ജില്ലാ പഞ്ചായത്ത് അംഗം ആനന്ദകുസുമം, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, DMO K. സലീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈല BV, S. സിനി, K. ഷിബുലാൽ, തുമ്പമൺതൊടി രാജൻ, മടത്തറ അനിൽ, S. ബുഹാരി, യൂസഫ് റാവുത്തർ തുടങ്ങിയവർ പങ്കെടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SR രാഗേഷ് നന്ദി പറഞ്ഞു. ചടങ്ങിൽ യുവകവി അനിൽ ചിതറയുടെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഒറ്റക്കല്ലിൽ വീട്ടമ്മയടക്കം 4 പേരെ ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം. ചന്ദനമോഷണമടക്കം വിവിധ കേസുകളിൽ പ്രതിയായ നജീബ് ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ. ഒറ്റക്കൽ സ്വദേശിയും ചന്ദനമോഷണമടക്കം വിവിധ കേസുകളിലെ പ്രതിയുമായ നജീബ് കൂട്ടാളികളായ അനിൽകുമാർ, രാഹുൽ, സന്തോഷ് കുമാർ, അനുമോൻ എന്നിവരാണ് ആക്രമണം നടത്തിയതായി പറയുന്നത്. ഒറ്റക്കൽ സ്വദേശി വീട്ടമ്മ സുമ, ബന്ധുക്കളായ അജിത്, മോബിൻ, ജോബിൻ എന്നിവരെ പ്രതികൾ ആക്രമിച്ചുവെന്നാണ് പരാതി. പ്രതികൾ നേരത്തെ സുമയെ വീട് കയറി ഭീഷണിപ്പെടുത്തിയിരുന്നുവത്രേ. ഇതു സംബന്ധിച്ച് തെന്മല പോലീസിൽ ഇവർ പരാതി നൽകി മടങ്ങി വരുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയുമായിരുന്നുവത്രേ. ഓണത്തിന് വടംവലി സ്ഥലത്ത് വെച്ച് വഴക്കുണ്ടായി, അടിയൊക്കെ ഉണ്ടായി. അങ്ങനെ കേസ് ആയി കഴിഞ്ഞ് ജാമ്യം എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേഷനിൽ പോയായിരുന്നു. സ്റ്റേഷനിൽ പോയി SI എല്ലാവരെയും വിലക്കി വിട്ട് അത് കഴിഞ്ഞ് ഇന്നലെ അവർ നജീമും അനിൽകുമാറും പിന്നെ നജീം എല്ലാവരുടെ വീട്ടിൽ കയറി വന്ന് ചെറുക്കൻ കൊച്ചുമോനെ പിടിച്ചിറക്കി അടിക്കുകയൊക്കെ ചെയ്തു. എല്ലാം വന്നു. സന്തോഷ് എല്ലാവരും കയറി വന്നു. ഇന്നലെ നജീമെ അങ്ങനെ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ SI വിളിച്ച് പറഞ്ഞപ്പം കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുക്കാൻ ചെന്നിട്ട് കേസ് കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞുങ്ങളെ വണ്ടി തടഞ്ഞു നിർത്തി അടിക്കുകയും പരാതി എഴുതി കൊടുക്കാൻ ചെന്നിട്ട് പരാതി എഴുതി കൊടുത്തിട്ട് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നടന്ന് വണ്ടിയായിട്ട് ഓട്ടോയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവിടെ അവന്മാർ സന്തോഷും അനിൽകുമാറും നജീമും രാഹുലും ഇവന്മാർ 4 പേരും കൂടെ ബൈക്കും കൊണ്ട് വന്ന് വണ്ടി അനൂപ് എല്ലാവരുടെ വന്ന് വണ്ടി കുറുക്കിട്ട് കമ്പി വടിയും പിന്നെ സൈക്കിൾ ചെയിനും ഒക്കെ വെച്ച് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയും പിള്ളാരെ അടിക്കുകയും വണ്ടി അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത്. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ DGP അടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. മർദ്ദനമേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂർ പഞ്ചായത്തിലെ ഇടതുഭരണത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. പഞ്ചായത്തിൽ വികസനം നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്തിന്റെ വികസനം മുരടിപ്പ് മാത്രമല്ല, പഞ്ചായത്തിൽ വൻ അഴിമതി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളോ നടത്തുന്നതുമില്ല. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി. വിവിധ ആരോപണങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കരവാളൂർ പഞ്ചായത്തിൽ വെള്ളം എത്തിക്കുന്ന പദ്ധതിക്ക് ഒട്ടും പുരോഗതിയില്ല. പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി വർഷാവർഷം ബില്ലുകൾ മാറുന്നുണ്ട്, എന്നാൽ പണി പൂർത്തീകരിക്കുന്നില്ല. ആയുർവേദ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് കിടത്തി ചികിത്സയ്ക്ക് നടപടിയുണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ ഒരിടത്തും പൊതു ടോയ്ലറ്റോ പൊതു ശ്മശാനമോ സ്ലോട്ടർ ഹൌസോ നിർമ്മിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ പദ്ധതികൾ അട്ടിമറിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പഞ്ചായത്തിൽ കുന്നുകൂടി കഴിഞ്ഞു. അഴിമതി ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ രാജിവെക്കണമെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാവ് UK ഷാനവാസ് ഖാൻ ആവശ്യപ്പെട്ടു. ഈ അടുത്ത സമയത്ത് നടന്ന 3 ഉദ്ഘാടനം, കഴിഞ്ഞ 2-3 ദിവസത്തിൽ നടന്ന ഉദ്ഘാടനങ്ങളിൽ സ്വന്തം വാർഡിൽ UDFന്റെ പഞ്ചായത്ത് അംഗങ്ങളായതിന്റെ പേരിൽ അവിടെ നടന്ന ഉദ്ഘാടനങ്ങളിൽ പോലും UDF മെമ്പർമാരായതിന്റെ പേരിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും കൂടെ ആണ്, അദ്ദേഹത്തിന്റെയും കൂടി മൗന അനുവാദത്തോടു കൂടി ആണെന്നാണ് വിശ്വസിക്കുന്നത് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു വരുത്തുന്നത് UDF ജനപ്രതിനിധികൾ വികസന വിരോധികളാണ്, അവരെ വികസന കാര്യങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു ചരിത്രപരമായ ഒരു സമീപനമാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിക്കെതിരെ BJPയുടെ മാർച്ചും ധർണയും. നിയമനങ്ങളിലും കരാർ പണികളിലും വൻ അഴിമതി നടക്കുന്നതായി പ്രവർത്തകർ ആരോപിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് BJP പ്രവർത്തകർ തെന്മല ഡാം ജംഗ്ഷനിൽ നിന്ന് മാർച്ച് തുടങ്ങിയത്. സമരക്കാരെ പോലീസ് ഇക്കോ ടൂറിസം ഓഫീസ് പടിക്കൽ തടഞ്ഞു. ജയ് ജയ്
അഴിമതിയാണ് 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 എക്കോ ടൂറിസത്തിൽ അഴിമതിയാണ്. തുടർന്ന് നടന്ന ധർണ ബി.ജെ.പി. പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയമനങ്ങളിലും കരാർ പണികളിലും അധികൃതർ നടത്തുന്ന അഴിമതി പുറത്തു കൊണ്ടുവരുമെന്ന് ആലഞ്ചേരി ജയചന്ദ്രൻ പറഞ്ഞു. ഈ തെമ്മല ഇക്കോ ടൂറിസത്തെ കുറിച്ച് അതിന്റെ പിറകിൽ നടക്കുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി അന്വേഷിക്കണമെന്നാണ് ബി.ജെ.പി. ആവശ്യപ്പെടുന്നത്. നമ്മൾ ഈ അഴിമതി എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും അഴിമതിയല്ല. ഇവിടെ ഒരു മാഡമുണ്ട്, ലക്ഷ്മി മാഡം. ആ ലക്ഷ്മി മാഡം ഒരു പുരുഷന്റെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടാണ് ഇവർ അഴിമതിക്ക് മുൻകൈ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അവർ നടത്തുന്ന അഴിമതി നമുക്ക് അറിയാതെ ഈ പൂച്ച പാല് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കണ്ണടച്ച് മാത്രമാണ് ഈ പൂച്ച ഇങ്ങനെ പാല് കുടിക്കുന്നത്. ആ പാല് കുടിക്കുന്നത് പോലാണ് ഈ ലക്ഷ്മി മാഡം ഈ തെമ്മല ഇക്കോ ടൂറിസത്തിൽ അഴിമതി നടത്തുന്നത്. ഇത് ബി.ജെ.പി. മാഡം മനസ്സിലാക്കേണ്ടത്, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന, ഇന്ന് ഭാരതം ഭരിക്കുന്ന, ഇന്ന് സത്യസന്ധന്മാരിൽ 13ാമത് നിൽക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി.ജെ.പി. ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ബി.ജെ.പി. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഈ തെമ്മല ഇക്കോ ടൂറിസത്തിൽ നടക്കുന്ന അഴിമതി വെറുതെ വിടുവാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. എസ് ഖനി അധ്യക്ഷനായി. നിയോജക മണ്ഡലം സെക്രട്ടറി ഇടമൻ റജി, യുവമോർച്ച നേതാക്കന്മാരായ അരുൺ ചന്ദ്രശേഖർ, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരത്ത് കള്ള ടാക്സികൾ തടഞ്ഞ് ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം. വിവാഹോട്ടം വന്ന കള്ള ടാക്സികളും ഇവർ തടഞ്ഞു. പോലീസിന് പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാർ രംഗത്തിറങ്ങിയത്. ടാക്സി ഡ്രൈവർമാരെ കള്ള ടാക്സിക്കാർ പട്ടിണിയിലാക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഡ്രൈവർമാരുടെ പ്രതിഷേധം. കള്ള ടാക്സികൾ ഓട്ടം തട്ടിയെടുക്കുന്നത് മൂലം സ്റ്റാൻഡിൽ കാത്തുകിടക്കുന്ന ടാക്സികൾക്ക് ഓട്ടം കിട്ടാത്തത് പതിവാണ്. സ്വകാര്യ കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ടാക്സി ഡ്രൈവർമാർ പത്തനാപുരം SI, CI, പുനലൂർ RTO എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ഇതോടെ സംഘടിച്ചെത്തിയ ടാക്സി ജീവനക്കാർ പത്തനാപുരം കല്ലുംകടവിൽ വെച്ച് കള്ള ടാക്സികൾ തടയുകയായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനായി വരികയായിരുന്ന 4 സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞിട്ടവയിൽപ്പെടുന്നു. ടാക്സി ഡ്രൈവർമാർ കള്ള ടാക്സികൾ തടയുന്നതായി അറിഞ്ഞ് പത്തനാപുരം SI സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇവർ സ്വകാര്യ ടാക്സികൾ തടഞ്ഞ് വാഹനം ഓടിച്ചിരുന്നവരുടെ പക്കൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചു വാങ്ങിയ ശേഷം വാഹനങ്ങൾ വിട്ടയച്ചു. ഇടത്തറ, പാതിരിക്കൽ ഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഇന്നോവ, ക്വാളിസ്, ടാറ്റ സുമോ എന്നീ വാഹനങ്ങൾ തടഞ്ഞിട്ടവയിൽപ്പെടുന്നു. പ്രദേശത്തെ ചില സമ്പന്നരുടേതാണ് ഈ വാഹനങ്ങളെന്ന് പോലീസ് പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നിയമവിരുദ്ധമായ പ്രവണതകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്ന് ടാക്സി ഡ്രൈവർമാർ പരാതിപ്പെട്ടു. 1200 പരം പ്രൈവറ്റ് വണ്ടികൾ, സ്വകാര്യ വാഹനങ്ങൾ കള്ള ടാക്സിയായിട്ട് ഓടുന്നു. ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10,000 റെന്റക്കാർ വരെയുണ്ട്. കൊച്ചു വാഹനം റെന്റക്കാർ, വലിയ വണ്ടികൾ റെന്റക്കാർ വിടുന്നുണ്ട്. ഇവരൊക്കെ നമ്മൾ പറയാമെന്നെല്ലാം പറഞ്ഞ് അടിയല്ലാത്ത എല്ലാം നടന്നത്. അതിനുശേഷം ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾ സ്ട്രോങ് ആക്കി ഈ വണ്ടികൾ തടയാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്, MLAക്ക് കൊടുത്തിട്ടുണ്ട്, RTOക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ആഴ്ച കൊടുക്കാൻ പോകുന്നു. അത് ഔദ്യോഗികമായിട്ട് കൊടുക്കാൻ പോകുക. കാരണം കുറേ ലിസ്റ്റുള്ള നമ്പർ എടുക്കുകയാണ്. ആ നമ്പർ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ കോടതി തന്നെ പോകാനുള്ള പരിപാടി. കോടതി കൊടുത്ത് ഇത് കേസ് ഫയൽ ചെയ്തിട്ട് ഇത് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. വരും ദിവസങ്ങളിൽ തൊഴിൽ സംരക്ഷണത്തിനും സ്വകാര്യ കള്ള ടാക്സികൾക്കെതിരെയും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത ടാക്സി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPI 22ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കഴുതുരുട്ടി ലോക്കൽ സമ്മേളനം നെടുമ്പാറയിൽ ചേർന്നു. പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനാ സമ്മേളനങ്ങൾ തുടരുകയാണ്. ശക്തിപ്രകടനത്തോടെയാണ് സമ്മേളനം തുടങ്ങിയത്. നെടുമ്പാറയിൽ പതാക ഉയർത്തിയ ശേഷം പ്രവർത്തകർ തിരികെ സമ്മേളനവേദിയിലെത്തി. CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് K. രാജു MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2015 മാർച്ച് പാർട്ടിയുടെ ദേശീയ സമ്മേളനം പോണ്ടിച്ചേരിയിൽ വെച്ചാണ് ചേരുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായും പാർലമെന്റിലെയും നിയമസഭയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യം അംഗീകരിച്ച ഭരണഘടന, ആ ഭരണഘടന അനുസരിച്ച് 5 വർഷം കൂടുമ്പോൾ
ജനങ്ങൾക്ക് അധികാരം കൈ കിട്ടുക, ഇവർ തന്നെ തുടരണോ അതോ വേറെ ആരെങ്കിലും വേണോ, ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ള ഒരു രാജ്യം. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകാൻ ഇടയാകും എന്നുള്ള കാര്യത്തിൽ സംശയം. ആ ഒരു പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളും ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും തീരുമാനിക്കും. അങ്ങനെ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് തീർച്ചയായിട്ടും അതിന്റെ ശക്തി, അതിന്റെ പ്രവർത്തനത്തിന് ഈ പാർലമെന്റിലെ അംഗസംഖ്യയും നിയമസഭയിലെ അംഗസംഖ്യയും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്തിലെ അഴിമതികൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ സമ്മേളനം തീരുമാനമെടുത്തു. സിപിഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി സി അജയപ്രസാദ്, തിരുനെൽവേലി ജില്ലാ കൌൺസിൽ അംഗം MS മുത്തുസ്വാമി, പുനലൂർ മേഖലാ കമ്മിറ്റി അംഗം H അബ്ദുൽ ഖാദർ, തെന്മലവാലി എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി KG ജോയ്, M ഗണേശൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ഹരിശ്രീ ബുക്സിന്റെ സ്ഥാപകനും പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന ഹരിശ്രീ രാധാകൃഷ്ണന്റെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരം വിതരണം ചെയ്യുന്നു. കഥകളും കവിതകളും ഈ മാസം 30-നകം അയക്കണം. 40 വയസ്സിൽ താഴെയുള്ള എഴുത്തുകാരിൽ നിന്നാണ് രചനകൾ ക്ഷണിക്കുന്നത്. കഥയ്ക്കും കവിതയ്ക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 5001 രൂപ വീതമാണ് അവാർഡ് തുക. കവിത 30 വരിയും കഥ 4 പേജും കവിയാൻ പാടില്ല. രചനയുടെ 3 കോപ്പികളും രചയിതാവിന്റെ പൂർണ്ണമായ മേൽവിലാസവും ഫോട്ടോയും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 2014 ഒക്ടോബർ 30-നകം അയക്കണം. വിലാസം ഇതാണ്: R. ഹരികൃഷ്ണൻ, ഹരിശ്രീ, മധുരഞ്ചേരി, മഞ്ഞമൺകാല, പുനലൂർ 619305, കൊല്ലം ജില്ല. മൊബൈൽ 9645403357. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ പ്ലാച്ചേരിയിലെ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നത് താമരപ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിലും ഇടവയൽ മഹാദേവർ ക്ഷേത്രത്തിലും. പണവും ക്ഷേത്ര സാമഗ്രികളും അപഹരിക്കപ്പെട്ടു. ഒറ്റക്കലിൽ വീട്ടമ്മയടക്കം 4 പേരെ ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. പത്തനാപുരത്ത് കള്ള ടാക്സികൾ തടഞ്ഞ് ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം. പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ ജില്ലാ മെഡിക്കൽ കോളേജായി ഏറ്റെടുത്തേക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.